നിങ്ങൾ സ്പെഷ്യൽ ഡ്യൂട്ടി വന്നിരിക്കുകയാണോ? ഇവർക്ക് ഒരാഴ്ചത്തെ അവധിയുണ്ട്. എങ്കിൽ പിന്നെ ഇവരോട് ഇരിക്കട്ടെ നേരി ബോർഡിങ്ങിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ആ അതേതായാലും നന്നായി. ബാ മുത്തശ്ശൻ ചോദിക്കട്ടെ. ബാബാ ബാബാ. ബൈ ദ വേ, മോഹൻ ഇന്ന് തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്യല്ലേ? അതെ. ഗുഡ്. നിന്നെ ചുമതലപ്പെടുത്താൻ പോകുന്ന കേസ് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ആദ്യമായി അതൊന്ന് പഠിക്കുക. ഫയലൊക്കെ ഇവിടെ ഉണ്ടോ അച്ഛാ? നോ, ദാറ്റ്സ് ഓൾ ഇൻ ദ ഓഫീസ്. നീ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ വേഗം സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറാകാം. ഓക്കെ. ആട്ടെ, മക്കള് കാപ്പി കുടിച്ചോ? അതെന്താ? മുത്തച്ഛന്റെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കുമെന്നും പറഞ്ഞ് ഇവള് കുടിച്ചില്ല. ആ മിടുക്കി. മക്കള് വന്നാലേ കാപ്പി കുടിക്കുമെന്നും വെച്ച് മുത്തശ്ശനും കുടിച്ചില്ല. വാ. ആ ബാബാ ഇരിക്കേ. മാധവൻ പിള്ളേ, വേഗം കാപ്പി കൊണ്ടുവരൂ. മിസ്റ്റർ മോഹൻ, നിങ്ങളാണോ ഇവിടുത്തെ സേ? യെസ് സർ. വെരി ഗുഡ്. ഞാനിവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ വന്നിരിക്കുകയാണെന്ന് അറിയാലോ? അറിയാം സർ. ആദ്യമായിട്ട് എനിക്ക് കേസുകളൊക്കെ ഒന്ന് പഠിക്കണം. എല്ലാം ഇതിലുണ്ട് സർ. മുത്തച്ഛനെ ഞങ്ങൾ 2 പ്രാവശ്യം തോൽപ്പിച്ചു. അപ്പൊ ഭയങ്കര കളിക്കാനാണല്ലോ. എടാ മോനെ, അത് ഞാൻ തോറ്റു തന്നിട്ടല്ലേ? ഞങ്ങൾ തോൽപ്പിച്ചിട്ടല്ലേ? ശരി, എങ്കിൽ ഡാഡി ഒന്ന് തോപ്പിക്കാം. ആദ്യം മൊഴി തുടങ്ങണേ. കുഞ്ഞുങ്ങൾ കൂടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. അതെ അതെ, വരുന്ന ആളാ. അങ്കിൾ വന്നെങ്കിലായി. ഇപ്രാവശ്യം തീർച്ചയായിട്ടും വരുമായിരുന്നു. വത്സലക്ക് എമ്മയ്ക്ക് അഡ്മിഷൻ കിട്ടിയോ? ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ. മക്കളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കുന്നുണ്ട് മുത്തശ്ശി. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന രണ്ടിന്റെയും വീരവാദം. കിട്ടും മുത്തശ്ശി. അങ്ങനെ വേണം മക്കളെ. നിങ്ങളുടെ അമ്മയും അങ്ങനെയായിരുന്നു. വത്സലേ, നിനക്ക് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലില് ചാട്ടത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പേപ്പറിൽ കണ്ടല്ലോ. ചാട്ടത്തിനല്ല, നാടോടി നൃത്തത്തിനാ. അച്ഛാ, പോലീസ് നിഘണ്ടുവില് നൃത്തത്തിന് ചാട്ടം എന്നൊരു അർത്ഥമില്ലേ? ഞാൻ പോലീസ് ചേർന്ന കാലത്ത് അങ്ങനത്തെ അർത്ഥം ഇല്ലായിരുന്നല്ലോ മോനെ. ഓ, മിസ്റ്റർ മേനോനാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ജയമോഹൻ ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. എങ്കിലും നേരിട്ട് കണ്ട് വിഷ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. താങ്ക് യു. നിങ്ങൾക്ക് ഇദ്ദേഹത്തെ മനസ്സിലായില്ല അല്ലേ? ഇദ്ദേഹമാണ് ലയൻസി മേനോൻ. കേട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള ഒരു കോടീശ്വരനാണ് ഇദ്ദേഹം.
പിന്നെ എന്റെ ആത്മാർത്ഥ സുഹൃത്തായി പോയി എന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ സഹോദരിയാ, ആ. ചേച്ചിയുടെ മൂത്ത മകളെയാ ജയമോഹൻ വിവാഹം കഴിച്ചത്. ആ. അവൾ മരിച്ചുപോയല്ലോ. അവളുടെ അനുജത്തിയായി ഇവൾ, വത്സല. ആ, നിങ്ങൾ അപ്പുറത്തേക്കല്ലേ, ഞങ്ങൾ അല്പം സംസാരിക്കട്ടെ. ആ, ഇരിക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം പറഞ്ഞില്ലേ, ഇതുവഴി പോയപ്പോ മിസ്റ്റർ ജയമോഹൻ ഒന്ന് കാണണം തോന്നി, വന്നു, അത്ര തന്നെ. ആ, ഇനിയുള്ള എന്റെ ജോലിയിൽ എന്നെ സഹായിക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. അത് പിന്നെ പ്രത്യേകം പറയണോ മിസ്റ്റർ ജയൻ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകൻ എന്റെ മകനെ പോലെയല്ലേ? ആ വിശ്വാസവും ധൈര്യവും എനിക്കുണ്ട്. എന്റെ മകനെ തന്നെ മിനിസ്റ്റർ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിയോഗിച്ചത് വലിയ ഭാഗ്യമായി. ഇനി ഞാനൊരു രഹസ്യം പറയട്ടെ മിസ്റ്റർ മേനോൻ. ഹോം മിനിസ്റ്റർ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് തന്നെ ഞാൻ ഫോൺ ചെയ്തിട്ടാ. ജയമോഹന്റെ പേര് നിർദ്ദേശവും മറ്റാരുമല്ല, ഞാൻ തന്നെയാ. റിയലി? യെസ്. എന്തെല്ലാം അക്രമങ്ങളാ ഇവിടെ നടക്കുന്നത്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും വല്ല രക്ഷയുണ്ടോ? ഇവിടുത്തെ പോലീസ് ആകെ നിർവീര്യമല്ലേ. ഈ അവസ്ഥ ഒന്ന് മാറ്റിയെടുത്തേ പറ്റൂ. നിങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ എന്റെ സഹായം എപ്പോഴും എന്തിനും ഉണ്ടായിരിക്കും. അപ്പോ സൗകര്യം പോലെ അങ്ങോട്ടൊക്കെ ഒന്ന് വരിക. ഞാൻ ഇറങ്ങട്ടെ. ആ, ശരി. ഇത്രയൊക്കെ പണമുണ്ടെങ്കിലും ഒരു അഹങ്കാരവും ഇല്ല. ദ മോസ്റ്റ് റിലയബിൾ മാൻ. ബാല, എന്താ ചേച്ചി? നീ ഓഫീസിൽ പോയാൽ മടങ്ങി വരാൻ വൈകുമോ? വൈകിയേക്കും. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ? ഞാനും മനസ്സിലും തന്നെ, അല്ലാതാരാ? എന്താ ഒന്നും പറയാത്തത്? ഇന്ന് തന്നെ പോണോ? വീട് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കാലത്ത് ശരി, ചേച്ചി പോയിക്കോ. മത്സരം ഇവിടെ നിൽക്കട്ടെ. അവളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് ശരിയാണോടാ? ഒറ്റയ്ക്കാണോ ചേച്ചി? ഞങ്ങൾക്ക് എവിടില്ലേ? ആരായിട്ട് നിർത്തിച്ച് പോകാനാണ് നീ പറയുന്നത്? അതൊക്കെ ഇനി ആവർത്തിക്കണം. സുശീല മരിച്ചിട്ട് വർഷം 2 കഴിഞ്ഞു. അവർക്ക് 2 കുട്ടികളുമുണ്ട്. ജയൻ ചെറുപ്പവുമാണ്. വത്സലയെ ജയൻ വിവാഹം കഴിച്ചാൽ അവളുടെ ചേട്ടത്തിയുടെ കുട്ടികൾക്കല്ലേ എന്റെ നേട്ടം. ഇതൊക്കെ നമ്മൾ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങളല്ലേ ചേച്ചി? നീ പറയുന്നൊക്കെ ശരി തന്നെ, പക്ഷെ കല്യാണം കഴിയുന്നില്ലല്ലോ. ഏതായാലും താമസിപ്പിക്കുന്നില്ല. ജയനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവാഹത്തെ നിശ്ചയിച്ചിട്ട് വിവരം അറിയിക്കാം. ഇനിയും വത്സലയോടെ നിൽക്കുന്ന വിരോധമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അപ്പോ ചേച്ചി സ്ഥലം ഇവിടെ ഉണ്ടിട്ടേ പോകുന്നു. On the line. Tanker KRV 7479 proceeding with illicit spirit. Tanker KRV 7479 proceeding with illicit spirit. സത്യമാണ് യമാനെ ഞാൻ പറയുന്നത്. അതിനകത്ത് സ്പിരിറ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവര് പറഞ്ഞിട്ട് ലോറി ഓടിച്ചെന്നേ ഉള്ളൂ. ആരെ? വാടകയ്ക്കെടുത്തവർ. അവരെ പരിചയമില്ലേ? ഇല്ല. ലോറി ആരുടെയാണെന്നറിയാം? അറിയില്ല യമാനെ. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ പകരത്തിന് കയറിയതാ. ആർക്ക് വേണ്ടിയാണ് ആ സ്പിരിറ്റ് ഇവിടെ കൊണ്ടുവന്നെന്നും അറിയില്ല അല്ലേ? ഇല്ല യമാനെ. അതിരിക്കട്ടെ, നിന്റെ പേരെന്താണെന്ന് നിനക്കറിയാം? ഗോപാലകൃഷ്ണൻ. ഉപകാരം. അതും നിനക്കറിയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. നീ പറയില്ല അല്ലടാ റാസ്കൽ. നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്നെ അടിക്കില്ല യമാനെ. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ഈശ്വരനെ വിചാരിച്ച് എന്നെ ഒന്നും ചെയ്യരുത്. എങ്കിൽ സത്യം പറഞ്ഞോളൂ. സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്. ഇല്ല മാനെ, എനിക്ക് രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എന്നെ കൊല്ലും. എഴുതക്കടാ. സത്യം പറഞ്ഞ
നിന്നെ ആരാ കൊല്ലുന്നത്? ഇല്ല മാനെ, ഞാൻ പറയില്ല. എന്നോടൊന്നും ചോദിക്കരുത്. പറഞ്ഞാൽ എന്റെ കുടുംബത്തിലുള്ളവരെ ഒന്നോടെ നശിപ്പിച്ചു കളയും. ആരെന്ന് പറയൂ. നിന്നെ ഞാൻ രക്ഷിക്കാം. പറയൂ. രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഇനി ഞാൻ പറഞ്ഞേക്കാം. ലയൺ സി മേനോൻ. ലയൺ സി മേനോൻ. അദ്ദേഹത്തിൻ്റെതാണ് ലോറി. സ്പിരിറ്റും അദ്ദേഹത്തിന് വേണ്ടിയാണ്. ഇനി എന്നെ കൊന്നേക്കാം മാനെ, എന്നെ കൊന്നേക്ക്. കുട്ടമ്പിള്ളേ, അവന് കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുക്ക. ഓ, ഭദ്ര, വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് രാമു എന്റെ പേര് പറഞ്ഞത്. പാവം. അവനുള്ള ചോറ് ഇവിടുന്ന് തന്നെ കൊണ്ടുപോയി കൊടുത്തേക്ക്. ഉറക്കുന്നു. അരി ശരിക്കും കൊണ്ടൊക്കെ എന്താണാ വീട്ടിൽ നിന്നാ ചോറ്, ക്ഷീണമൊക്കെ മാറും. തുറക്കാൻ സുഖമായിട്ട് ഉണ്ടോണ്ട് കിടന്ന് ഉറങ്ങിക്കോ. അച്ഛനെവിടെ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഇവർക്കിന്ന് ബോർഡിങ്ങിലേക്ക് മടങ്ങാനുള്ളല്ലേ. കൊണ്ടുപോകാനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുക. ഏത് കടയിലാ പോയെന്നറിയാം? അറിയില്ലല്ലോ. എന്താ ചേട്ടാ കാര്യം? ഒരു ഔദ്യോഗിക കാര്യമാണ്. തുടർന്നുള്ള നടപടിക്ക് മുമ്പ് അച്ഛനോട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്കിളായിരിക്കും. ഹലോ, അതെ, ഉണ്ട്, കൊടുക്കാം. പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ജയമോൻ സ്പീക്കിംഗ്. ഞാൻ ഉടനെ വരാം. ഡാഡി എപ്പോഴാ വരണേ? ഞങ്ങൾക്കിന്ന് പോണം. ട്രെയിൻ എത്ര മണിക്കാ? 4:30. ധാരാളം സമയമുണ്ട്. മക്കള് പോകുന്നതിന് മുമ്പ് ഡാഡി ഇങ്ങ് വരില്ലേ? ഡാഡി വന്നിട്ടേ ഞങ്ങൾ പോവൂ. വരാം മോളെ. ആഹാരം എവിടെന്നാ വാങ്ങിയത്? വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ സർ. അപ്പോഴുണ്ട് ഇവന്റെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു ഒരു 5 ചോറും കൊണ്ടു തന്നു. ഞാൻ അത് വാങ്ങിച്ച് അകത്തേക്ക് കൊടുത്തു. കഴിച്ചതിന് ശേഷം പിന്നെ അനങ്ങിയിട്ടില്ല. ജയമോഹൻ ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ ഒതുക്കി. പിന്നെയാണോ ഈ പയ്യൻ? ഒരാഴ്ചയ്ക്കുള്ളിൽ അവനെ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചയക്കും. ആ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ സാർ? വേണം. ഒരു 5000 രൂപ ഇന്ന് തന്നെ അയാളുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തേക്ക്. ശരി സാർ. ജയമോഹൻ. വരട്ടെ, നിങ്ങളത് പോയിക്കൊള്ളൂ. ഓക്കെ. ഹലോ, വേണം. ഇരിക്കും മിസ്റ്റർ ജയമോഹൻ. വിവാഹമൊക്കെ നിശ്ചയിച്ചു എന്ന് കേട്ടു. മിസ്റ്റർ മേനോൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. വളരെ നല്ല കാര്യം.
മരിച്ചുപോയ ഭാര്യയുടെ അനിയത്തിയാവുമ്പോ കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ലോഡ് കസ്റ്റഡിയിലെടുത്തു. കള്ള രജിസ്ട്രേഷൻ ആയിരുന്നു. പെർമിറ്റ് ഇല്ലാത്ത സ്പിരിറ്റ് ആയിരുന്നു ലോറിയിൽ. 10 ലക്ഷം രൂപയുടെ സ്പിരിറ്റ്. മൈ ഗോഡ്, 10 lakhs. ആ ലോറിയും സ്പിരിറ്റും നിങ്ങളുടേതാണ്. വാട്ട്? എന്റേതോ? അതെ, മന്ത്രിമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അമ്മാനമാടുന്ന കോടീശ്വരനായ ലയൺ സി മേനോന്റേത്. എന്നാര് പറയുന്നു? ആ ലോറി ഓടിച്ചിരുന്ന നിങ്ങളുടെ ഡ്രൈവർ പറയുന്നു. ഐ സി. അയാൾ എവിടെ? എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയട്ടെ. വിളിക്കൂ. അവനെ നിങ്ങൾ കൊന്നു. ലോക്കപ്പിൽ കിടന്നവനെ വിഷം കൊടുത്തു കൊന്നു. മിസ്റ്റർ ജയമോഹൻ, നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗം രാജിവെക്കണം. എന്നിട്ട് ഡിറ്റക്റ്റീവ് കഥകൾ എഴുതണം. നല്ല ഭാവന. താങ്ക്സ്. നിങ്ങളെപ്പോലുള്ള ചില സിംഹങ്ങളെ കൂട്ടിലടച്ച ശേഷം കഥ എഴുതി തുടങ്ങിക്കൊള്ളാം. എന്താ പോരെ? ഞാൻ ഇവിടുത്തെ ലയൺ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. എന്റെ നിലയും വിലയും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നല്ലതുപോലെ അറിയാം. പക്ഷെ മഹത്തെന്ന് പൊതുജനങ്ങൾ കരുതുന്ന ആ സ്ഥാപനത്തിന്റെ മറപിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന കള്ളക്കടത്താണ്, വഞ്ചനയാണ്. Shut up. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ മകനെന്ന നിലയിൽ ഞാൻ ഇതുവരെ ക്ഷമിച്ചു. നിങ്ങൾ വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ പോലീസ് മന്ത്രി പോലും എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. പക്ഷെ ഞാൻ സംസാരിക്കും. മന്ത്രിമാർക്ക് വേണ്ടത് മന്ത്രി കസേരയും വോട്ടും പണവുമാണ്. എന്നെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത് സത്യവും നീതിയും ധർമ്മവുമാണ്. മന്ത്രിമാർ പറയാൻ വിറയ്ക്കുന്നിടത്ത് ഞങ്ങൾ ധൈര്യപൂർവ്വം പറയും, പ്രവർത്തിക്കും. എങ്കിലൊന്ന് പ്രവർത്തിച്ചാട്ടെ. പ്രവർത്തിക്കാൻ തന്നെ പോവുകയാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? വെരി ഗുഡ്. ആ വാറണ്ട് ഒന്ന് കാണട്ടെ. എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് എവിടെയെന്നാണ് ചോദിച്ചത്. ഓൾ റൈറ്റ്. ഞാൻ വാറണ്ടുമായി വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യും 1 മണിക്കൂറിനുള്ളിൽ. അതിനിടയിൽ നിങ്ങൾ ഒളിയിൽ പോകാനാണ് ഭാവമെങ്കിൽ എന്തിന്? ഞാൻ നിയമത്തെ മാനിക്കുന്ന നമ്പർ 1 സിറ്റിസനാണ്. ഗോ ആൻഡ് ഗെറ്റ് ദ വാറണ്ട്. ഓക്കെ. അവൻ എനിക്ക് അറസ്റ്റ് വാറണ്ട് കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. വീട്ടിലെത്തുന്നതിന് മുൻപ് അവന് യമന്റെ വാറണ്ട് കൊടുക്കണം. സാർ